എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഫുൾ ഫാമിലി ഉണ്ട്, ഒരു ട്രിപ്പ് പോവാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയും മോനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു ഫുൾ ഫാമിലി ഉണ്ട്. ഞങ്ങൾ ഇന്ന് ബ്ലാക്ക് പൂളിന് പോവാണ്. ബ്ലാക്ക് പൂളിന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം പോയതാണ്. പക്ഷെ അവിടെ അന്ന് കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് കണ്ടിട്ടുള്ളൂ, ബീച്ചിലും മറ്റുമൊക്കെ. ഇന്നൊരു പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. ഇപ്പം നോക്കുമ്പം ആകാശം കുറച്ച് ക്ലൗഡി ആണെങ്കിലും അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ആകാശമല്ലേ, നല്ല പടം വരച്ച് വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്ന പോലത്തെ ആകാശം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മരങ്ങളും കാണുമ്പോൾ എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇതുണ്ടോ, നമ്മൾ ബ്ലാക്ക് പൂൾ സിറ്റിയുടെ ഭാഗത്തേക്ക് കയറുവാണ്. നമ്മുടെ മോട്ടോർ വേയിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് ഇറങ്ങി ഇപ്പോൾ കണ്ടോ എന്ത് രസമുള്ള വീടുകളാന്ന് നോക്കിയാൽ. ഒരേ മോഡൽ ഉണ്ടാക്കിയിട്ടേക്കുന്ന കളർ കോമ്പിനേഷനൊക്കെ കണ്ടോ, നല്ല അടിപൊളി സ്റ്റൈലിൽ. ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും കണ്ടോ ഓരോ വീടുകളും ഓരോ കണ്ടോ, ഒത്തിരി ഏരിയയിലുണ്ട് കേട്ടോ ഈ വീടുകൾ. നല്ല രസമുള്ള വീടുകൾ. എന്ത് രസമാന്ന് നോക്കിയ പൂവുകളെല്ലാം കാണാൻ. ഇങ്ങനത്തെ പൂവുകളാണ് കൂടുതൽ എല്ലായിടത്തും കാണുന്നത് അല്ലേ. ഒരു പിങ്കും ഒരു വൈറ്റും മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ബ്ലാക്ക് പൂൾ മോഡൽ വില്ലേജ് ആൻഡ് ഗാർഡൻസിലാണ്. ഇത് ഒരു ബേസിക്കലി ഒരു മിനിയേച്ചർ വില്ലേജ് ആണ്. ഒരു 100 കണക്കിന് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള രൂപങ്ങളും മിനിയേച്ചർ സ്റ്റാച്യൂസും അതുപോലെ ബിൽഡിങ്ങുകളും, നമ്മൾ വലിയ രീതിയിൽ വലിപ്പത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളുടെയും ചെറിയ വേർഷൻ. ഒരു വലിയൊരു വില്ലേജ്, ഒരു 2.5 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വലിയൊരു ഏരിയ ആണ്. നമുക്കതിൻ്റെ കാഴ്ചകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടപ്പോഴൊക്കെ. നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ പാർക്കിങ്ങിലാണ്. ഇത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ചെറിയ തണുപ്പുണ്ട്, ചെറിയ കാറ്റുണ്ട്. കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്ലസൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ വെയിലിങ്ങനെ മാറി പോയും വന്നും കളിക്കുകയാണ്. ആകാശത്തെല്ലാം അത്യാവശ്യം ദേ മോളിൽ കൂടെ ഒരു കുഞ്ഞ് വിമാനം പോകണം. അപ്പോൾ ആകാശമെല്ലാം ക്ലിയറായി വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു ഇത്ര നേരം. വെയിലുള്ളത് കൊണ്ട് നമുക്ക് തണുപ്പ് മനസ്സിലാവില്ല, പക്ഷെ അവർക്ക് തണുപ്പായിരിക്കും. അവർ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. അവർ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. മിലൂസിനൊക്കെ തണുപ്പ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം. താങ്ക് യു. നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൂട്ടത്തിൽ സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ അത് പറയണം. അത് അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. കിഡ്സിന് സെപ്പറേറ്റ് റേറ്റ് ആണ്, അഡൽട്ട്സിന് സെപ്പറേറ്റ് റേറ്റ് ആണ്. ഇതൊക്കെ കൂടാതെ നമ്മുടെ അടുത്ത് ബ്ലൂ ലൈറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണം, അതിൻ്റെ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇൻക്ലൂഡിങ് പാർക്കിംഗ് നമുക്കായത് 47.50 47.50 പൗണ്ട്സ് ആണ്. ബ്ലൂ ലൈറ്റ് കാർഡ് ഉള്ളവർ എപ്പോഴും ഇങ്ങനത്തെ UK ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുമ്പോൾ നമ്മുടെ ബ്ലൂ ലൈറ്റ് കാർഡ് കാണിച്ച് ചോദിക്കണം ഡിസ്കൗണ്ട് കിട്ടുമോ എന്നുള്ളത്. വലിയ ഒരു ഉപകാരപ്രദമായ കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വിസും പിന്നെ ഒരു ഈസ്റ്റർ ഹണ്ട് അല്ലേ, ഈസ്റ്റർ ബണ്ണി ഹണ്ടും ഒരു ക്വിസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കളിച്ച് പോകുമ്പം ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലാക്ക് പൂൾ മോഡൽ വില്ലേജ് ആൻഡ് ഗാർഡൻസ്. ഇതാണ് നമ്മുടെ മിനിയേച്ചർ വില്ലേജ് എന്നറിയപ്പെടുന്നത്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാം. മിനിയേച്ചർ വേൾഡിലേക്ക് കയറുവാണ്. ഏതാണ് സ്റ്റാർട്ട്? ഇതാണോ ദിസ് വേ ഇന്നാ? ഓക്കെ, ഇതാണ് ദിസ് വേ ഇൻ. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ അടുത്ത് ബണ്ണി ഹണ്ടുണ്ട്, അത് നോക്കി വേണം പോകാൻ. ഒരു ക്വിസുണ്ട്. അപ്പോൾ അതൊരു രസകരമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഓ, നിങ്ങൾക്ക് കിട്ടിയോ ഫസ്റ്റ് ബണ്ണീനെ? ഫസ്റ്റ് ബണ്ണി ഏതാണ്ട് അവിടെ ഇരിപ്പുണ്ടല്ലേ. ഇതൊരു കോട്ടേജ് മോഡൽ ഒരു വീട്.
സൈഡിലായിട്ട് അവർ ഒരുപാട് മരങ്ങളും വള്ളിച്ചെടികളും ഒക്കെ വളർത്തി നല്ല ഭംഗിയിലാണ് കിടക്കുന്നത് കേട്ടോ. ഇതൊരു കത്തീഡ്രൽ ചർച്ച് ഓഫ് സെൻറ്റ് മൈക്കിളാണ്. അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. കണ്ടോ അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്ന ഒരു വെഡ്ഡിങ് സീനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓ, രണ്ടാമത്തെ ഈസ്റ്റർ ബണ്ണി കിട്ടി. ഇത് രണ്ടാമത്തെ ആണോ? രണ്ടാമത്തെ ഈസ്റ്റർ ബണ്ണി അതാണ്ടിരിക്കുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ ബണ്ണി ഹണ്ടിലുള്ള രണ്ടാമത്തെ ബണ്ണിയെ കിട്ടി. ഇതൊരു പ്രിസൺ ആണ് കേട്ടോ. ഹെർ മജസ്റ്റീസ് പ്രിസൺ. ഇതൊരു പ്രിസണിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. ദേ അവിടെ നമ്മുടെ മൂന്നാമത്തെ ബണ്ണി ഇരിക്കുന്നു. പ്രിസണിലാണ് മൂന്നാമത്തെ ബണ്ണി ഇരിക്കുന്നത്. പലതരത്തിലുള്ള പല കാലഘട്ടത്തിലുള്ള വീടുകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത് കേട്ടോ. കോട്ടേജ് മോഡലുള്ള വീടുകൾ, ടെറസ്ഡ് ഹൗസസ്, അതുപോലെ ഇതുണ്ടോ. ഇത് ഇവിടേക്കൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ മോഡേൺ കാലഘട്ടത്തിലെ വീടുകളാണ്. ഞാനിതിങ്ങനെ സൂമായിട്ട് കാണിക്കുന്നത് കാരണം ദൂരെ നിന്ന് നോക്കുമ്പം കുഞ്ഞു സാധനങ്ങളായിട്ടേ കാണുള്ളൂ, അത്രേ ഉള്ളൂ വലുപ്പം. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മളിവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇത് തോന്നുന്നൊരു കാര്യം, ഇവിടുത്തെ എല്ലാ പാർക്കുകളും അല്ലെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവർ വെച്ചിരിക്കുന്നത് ഭയങ്കര വൃത്തിയായിട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുമാണ്. ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. എത്ര സ്റ്റാഫിനെ കൊടുക്കണോ അതൊന്നും അവർക്ക് പ്രോബ്ലം അല്ല. അവർ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ചെയ്തു വെക്കുന്ന അത്രയ്ക്ക് ഭംഗിയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ 2.5 ഏക്കർ 3 ഏക്കറിലൊക്കെ ഒരു സംഭവം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ കുറച്ച് വൃത്തിയും ഭംഗിയും ഒക്കെ അവർ നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരതൊന്നും നോക്കില്ല. അവിടെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കും വേസ്റ്റും കുപ്പികളും പേപ്പറുകളും എന്തൊക്കെ നമുക്ക് ഇടാമോ പോകുന്ന വഴിക്ക് അതൊക്കെ ഇട്ടിട്ട് പോകും. അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പാർക്കുകളെയും ഇതുപോലത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിനെയൊക്കെ എന്താ പറയുക, നമുക്ക് ഇച്ചിരി കൂടി ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വെയിലുള്ളതുകൊണ്ട് അത്രയ്ക്ക് തണുപ്പ് തോന്നില്ലല്ലോ, ചെറിയ തണുപ്പിലുണ്ട്. കാറ്റുണ്ട് കേട്ടോ. ഇവിടെ വന്ന് നിൽക്കാം. ദേ ഇതിനകത്തൊരു ബണ്ണിയുണ്ട്. ദേ അവിടെ നമ്മുടെ 6ാമത്തെ ബണ്ണി ഏതാണ്ട് അവിടെ ഇരിക്കുന്നു, കണ്ടായിരിക്കുന്നേ. ദാണ്ടടാ അവിടെ ഒരു ബണ്ണി. ബണ്ണിനെ കിട്ടിയ സന്തോഷം കണ്ടോ അവരുടെ മുഖത്ത്. അവർ 10 ബണ്ണീസിനെ കിട്ടിയ സന്തോഷത്തിലാണ് പിള്ളേർ നിൽക്കുന്നത്. 10 കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു സാധനം മിസ്സായിട്ടുണ്ട്. അതിവിടെ ഒരു ക്യാസലുണ്ട്. ആ ക്യാസലിൻ്റെ അടുത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നത് സ്കോട്ട്ലൻഡ് ക്യാസലാണെന്നാണ്. അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ ക്യാസൽ. അതിന് ഏകദേശം കൂടിപ്പോയി എൻ്റെ ഒരു പൊക്കം കാണും ഈ ഒരു ക്യാസലിനെ. കണ്ടോ, ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല അല്ലേ ഏതാണ് ക്യാസൽ എന്നുള്ളത്. ഇതൊരു മെയിൻ സാധനമാണ്. ഇവിടുത്തെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു മിനിയേച്ചർ വില്ലേജിലത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. ഇതൊക്കെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ളൊരു ബിൽഡിംഗ് എന്ന് പറയാൻ ഈ ഒരു ക്യാസിലാണ് കേട്ടോ. എന്നെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ ഹൈറ്റ് ഉണ്ടാവും അതിന്, അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ ഏതാണ്ട് നമ്മുടെ ആ ഒരു മിനിയേച്ചർ വില്ലേജ് ഏതാണ്ട് 1 മണിക്കൂർ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് കാണാനൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1-2 സ്ഥലത്തും കൂടെ പോകാനുണ്ട്.
അപ്പോൾ ഇവിടുന്ന് ഇനി അധികം താമസിക്കാതെ നമുക്ക് ഇറങ്ങണം. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പക്ഷെ അത്രയും റേറ്റിൻ്റെ ടിക്കറ്റ് ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആയിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ആയിരുന്നു എന്ന് പറയാം. കാരണം അത് ഇച്ചിരി അത്രയ്ക്കുള്ളതൊന്നുമില്ല. നമ്മുടെ ഈസ്റ്റർ ബണ്ണീസിൻ്റെ ഹണ്ടൊക്കെ കഴിഞ്ഞു. 10 ബണ്ണീസിനെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ നമ്മളുടെ ആ പേപ്പർ ഫില്ല് ചെയ്തിട്ട് അത് നമ്മൾ അവിടെ കൗണ്ടറിൽ കൊടുത്തു കഴിയുമ്പം അവർ സർപ്രൈസ് തരുന്ന പറഞ്ഞു. അത് എന്താണ് സർപ്രൈസ് നമുക്ക് നോക്കാം. അപ്പം പക്ഷേ ഒരു ക്വിസിന്റെ പേപ്പർ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു സ്റ്റിക്കർ കിട്ടും. സ്റ്റിക്കർ ഇട്ടിട്ട് എനിക്ക് ആവശ്യമില്ല. നമുക്ക് നോക്കാം എന്താണ് അവര് തരുന്നുള്ളത്. പ്രൈസ് കിട്ടുന്ന പറഞ്ഞ അത് ഏത് പ്രൈസ് എന്ന് പറഞ്ഞു. അത് സർപ്രൈസ് ആണെന്നാ പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്കത് കൊടുത്തിട്ട് വരാം. Yeah, finally we got our 10 bunnies. Oh. ദേ 2 പേർക്കും കിട്ടിയല്ലോ. നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിട്ടോ. നമ്മൾ 10 ബണ്ണീസിന് എന്താ കിട്ടിയത് കാണിച്ചേ. 2 പേർക്ക് അല്ലല്ല വേറെ ഉണ്ടായിരുന്നു. 2 പേര് അതാ സെലക്ട് ചെയ്യും. നമ്മൾ നമ്മുടെ ബ്ലാക്ക് പൂൾ മോഡൽ വില്ലേജ് ആൻഡ് ഗാർഡൻസിൽ നിന്ന് എല്ലാം കണ്ടിട്ട് ഇറങ്ങി. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതാണ്ട് തിരിച്ച് പോവാണ്. നമ്മൾ വണ്ടിയിൽ കയറി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ബ്ലാക്ക് പൂൾ ആ മെയിൻ ടൂറിസ്റ്റ് ഏരിയയുടെ മുൻപിൽ കൂടിയാണ് പോകുന്നത്. ഇത് ഭയങ്കര ഒരു തിരക്കുള്ള ഏരിയ കേട്ടോ. ഇവിടെ നിറയെ കടകൾ, ഗെയിമിംഗ് സെൻ്ററുകൾ. നമ്മൾ ഏകദേശം നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഓവറിലെത്തി. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എത്തിയിട്ടില്ല, ഉള്ളൂ. ബാട്ടൺ ഗ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ഭയങ്കര അടിപൊളി സ്ഥലത്താണ്. ഒരു ഗാർഡൻ സെൻ്ററാണ് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തി. നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് എന്തെങ്കിലും കഴിക്കണം. ഫുഡ് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കുറച്ച് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഫാം സെൻ്റർ ഉണ്ട്. ഏതാണ്ട് ഫാം ഫ്രഷ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കിട്ടുന്ന സ്ഥലം. നോക്കണേ, അവർ വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഈ വെള്ളച്ചെടി ഡ്യൂപ്ലിക്കേറ്റാണ്, പക്ഷേ ഇതൊക്കെ ഒറിജിനൽ. അന്ന് നമ്മളവിടെ കയറിയിട്ടില്ല. ഈ വലിയ ഗാർഡൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു ഏരിയ ആണ് ദ കുക്ക് ഷോപ്പ്. ഇത് കുക്ക് വെയറുകളുടെ ഷോപ്പാണ്. അതായത് ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും അതല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി വെറൈറ്റീസ് ഓഫ് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഐഡിയ ആയിരിക്കും ഈ കുക്ക് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. ഒരുപാട് വെറൈറ്റി കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ദ കുക്ക് ഷോപ്പിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ പോയത് അവിടേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല, ഈ പ്ലാന്റ്സിനെല്ലാം പറ്റിയ പോട്ട്സും എല്ലാ വെറൈറ്റീസുള്ള ഡിസൈൻസും കളർ കോമ്പിനേഷൻസിനുമുള്ള പലതരത്തിലുള്ള പോട്ട്സ് നമുക്ക് കാണാം. ഓരോ കളർ കോമ്പിനേഷനിലുമുള്ള പോട്ട്സ് അവർ തരം തിരിച്ചാണ് വെച്ചേക്കുന്നത്. ഒരേ ഡിസൈനല്ല, പല ഡിസൈൻ. ഇത് സെറാമിക് പോട്ട്സ് മാത്രമല്ല, അവിടെ പ്ലാസ്റ്റിക് പോട്ട്സും പല മെറ്റീരിയലുള്ള പോട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. ഒരുപാട് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൊരു ഹ്യൂജ് കളക്ഷൻ തന്നെ അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ പറമ്പിലും കാട്ടിലും തോട്ടിൻ്റെ സൈഡിലുമൊക്കെ കാണുന്ന പലതരം കാടും കാട്ടുചെടികളുമൊക്കെ ഇവിടെ ശരിക്കും ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അങ്ങനത്തെ 1-2 ചെടികളാണ് അതാണ്ട് നിൽക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കയ്യിലൊക്കെ അച്ച് പതിപ്പിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ചെടിയില്ലേ, കയ്യിലിങ്ങനെ അച്ച് പതിപ്പിക്കുമ്പം ഒരു വെള്ള കളറിലുള്ളൊരു അച്ച് വരുന്നത്, ആ ചെടിയാണ് ഇരിക്കുന്നത്. ആ ഒരു മോഡൽ ചെടിയാണ് ഈ കാണുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ കയ്യാലയുടെ പുറത്തും കിണറിൻ്റെ സൈഡിലൊക്കെ കാണുന്ന പോലത്തെ ഒരു തരം കാടില്ലേ,
അതാണ് ഈ കാണുന്നത്. ഇതിനൊക്കെ റേറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ സാധനത്തിന് 800 രൂപയാണ്. മുൻപ് കണ്ട ആ സാധനത്തിന് അതുപോലെ തന്നെ 850 രൂപയാണ്. അത്യാവശ്യം നല്ല റേറ്റാണ് ഇതിനൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി കാണാറുള്ള പോലത്തെ ചെടികളാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇവിടുത്തെ സാധനങ്ങൾക്ക്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളുടെ മുറ്റങ്ങളിലൊക്കെ മിക്കതും കാണുന്ന പോലത്തെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. ഇവിടെ കാണുന്നത് ഹോം ഡെക്കോറിന് പറ്റിയ സാധനങ്ങളാണ്. ഒരു വീട് എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. ഇംഗ്ലീഷുകാരുടെ ഒരു രീതി അനുസരിച്ച് അവർ ഓരോ സീസൺ അനുസരിച്ച് അവരുടെ വീടിൻ്റെ ഉള്ളിലത്തെ ഡെക്കറേഷൻസും മാറ്റിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഈസ്റ്ററിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ബണ്ണീസും അതുപോലെ തന്നെ ഈസ്റ്റർ എഗ്സും ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ക്യാൻഡിൽസും, പിന്നെ റൂമിൽ നല്ല ഫ്രാഗ്രൻസ് വരുന്ന സാധനങ്ങൾ, ക്ലോക്കുകൾ. എത്ര വെറൈറ്റി ക്ലോക്കുകളാണെന്ന് നോക്കിയാൽ. ഇത് മുഴുവനും പ്ലാസ്റ്റിക് പൂക്കളുടെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് ഉള്ളിലേക്ക് പോയി കഴിയുമ്പം ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഗാർഡൻ സെറ്റപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഔട്ട്ഡോർ ഫർണിച്ചറുകളുടെ ഒരു വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ട്രീ, അതിൻ്റെ ഫെൻസിങ്. അതിൻ്റെ ഉള്ളിലത്തെ പട്ടിക്കുഞ്ഞ് അനങ്ങുന്നുണ്ട്. ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇതൊരു വലിയ ഏരിയ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു കഫേ ഉണ്ട്, റിവർ സൈഡ് കഫേ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കാം, നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇതിൻ്റെ ഉള്ളിലും നമ്മൾ കയറിയിട്ടില്ല. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു പേസ്ട്രീസിൻ്റെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനത്തെ ഒന്നും ഇവിടെ കിട്ടൂല. ഒരു പേസ്ട്രീസിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് ചൂസ് ചെയ്യുക. അവിടെ പേസ്ട്രീസും കേക്ക്സൊക്കെയാണ് ഇവിടെ. പിന്നെ അല്ലാത്ത ഇംഗ്ലീഷ് മീൽസാണ്. പിന്നെ ഇവിടെ കേക്ക് സംഭവങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ, അവിടെ കോഫി, ടീ. ഇതും കൊണ്ട് നമ്മൾ കൗണ്ടറിൽ ചെല്ലുക. കൗണ്ടറിൽ ചെന്നിട്ട് അവരെ ഇത് കാണിക്കുക. അപ്പോൾ അവരതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് അവിടെ നിന്ന് മേടിക്കും. ഇതാണ് സംഭവം. അതിൽ വെച്ചോ, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യാം കേട്ടോ. നമ്മളിവിടുത്തെ കഫേയിൽ വന്ന് ചെറിയതായിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം സെലക്ട് ചെയ്ത് കൗണ്ടറിൽ പോയി അവർ ബില്ല് ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. പിള്ളേരെല്ലാം ഐസ്ക്രീമും പിന്നെന്താണ് കപ്പ് കേക്ക് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ 2 സോസേജ് റോള് പറഞ്ഞു. പിന്നെ അമ്മയാണ്ട് ചെറിയൊരു ചിക്കൻ റോള് കഴിക്കുന്നു. ഡ്രിങ്ക്സ് ഒന്നും പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും നോക്കി കഴിക്കാം. ഇനി ഇവിടെ 4:30-ക്കുള്ളിൽ നമ്മൾക്കെല്ലാം കണ്ടു കഴിയണം. അപ്പോൾ നമുക്കിത് ഇനി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, ഫുഡ് അടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ചായയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഈ ഷോപ്പ് ഈ സെൻറ്റർ ക്ലോസ് ചെയ്യും. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് എല്ലാം നിർത്തിയിട്ട് പോകണം. കഫേയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് നമ്മുടെ ഒരു ഡയറക്ഷൻസ് കാണിക്കുന്നത്. ഇത് റിവർ സൈഡ് കഫേയിലായിരുന്നു നമ്മളിപ്പോൾ. പിന്നെ വില്ലോസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന വേറൊരു റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഉള്ളുണ്ട്. ടോയ്ലറ്റ്സ് അതിൻ്റെ ഉള്ളുണ്ട്. ടിൽസ് ആൻഡ് എക്സിറ്റ്. പിന്നെ പ്ലാന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു സംഭവം അവിടെയുണ്ട്. അങ്ങനെയാണിത്. ഇത് പിന്നെ ഇവിടെ കാണുന്നത് ഔട്ട്ഡോറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പോട്ട്സും സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. എന്താ രസമല്ലേ.
എന്ത് ഭംഗിയാണെന്ന് നോക്കിയൊക്കെ. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തേലും ഭംഗിയുണ്ടെന്ന് അറിയില്ല. ഇതേ നമ്മുടെ പച്ചക്കറി ഞാനിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ വെജിറ്റബിൾസ് ഉണ്ടോയെന്ന്. നോക്കിയേ, നല്ല ആരോഗ്യമുള്ള തക്കാളി തൈകൾ. ഇതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഞാൻ ഈ വെജിറ്റബിൾസിൻ്റെ ഏരിയ കണ്ടില്ലായിരുന്നു. ഞാൻ നേരെ പുറത്തോട്ടാണ് പോയത് കേട്ടോ. നല്ല അടിപൊളി തക്കാളി. എനിക്ക് തോന്നുന്നു പല വെറൈറ്റി ആണെന്ന് തോന്നുന്നേ. അതൊരു തക്കാളി, അതൊരു വെറൈറ്റി, ഇതൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് ഒണിയൻ, അതെ ഇത് സ്ട്രോബെറി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതെല്ലാം ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. നിറയെ പൂക്കളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ എന്ത് ഭംഗിയാലേ. നമുക്ക് എപ്പോഴും ഒത്തിരി പൂക്കളെ കാണാം, ഒത്തിരി വെറൈറ്റീസ്. ഇത്രയും പൂക്കളും വെറൈറ്റീസും ഒന്നും നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെയും ഉണ്ട് കുറേ ഡൈനോസറുകൾ. ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ നിൽക്കുന്നു. അവിടെ ഒരു മുതലേ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഉള്ളിലെടുക്കുമ്പോൾ ഒരു മഞ്ഞ കളർ മുട്ട നമുക്ക് തിന്നാൻ പറ്റണേ. അതിവിടെ അൽജിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ചേനയ്ക്ക് വരെ ഇവിടെ വേറൊരു സാധനം വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓ, ഇങ്ങനത്തെ ചെടിയാണ് കേട്ടോ നമ്മൾ. അയ്യോ, 179 പൗണ്ട്. അപ്പോൾ ഇതാണ് റോഡ് സൈഡ് കാണുന്ന ചെടിയില്ലേ, ഇതല്ലേ 179 പൗണ്ട്. അത്രേ ഉള്ളൂ. അത് 200 പൗണ്ട്. 20,000 രൂപയുടെ മരമാണ് ഗൈസ്. ഇതാണ് നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന ഒരു വെള്ളപ്പൂവ്. ശരിക്കും ഈ ഗാർഡൻ സെൻ്റർ ഒരു നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടക്കുവാൻ, ഇച്ചിരി നടക്കണം എന്നുള്ളത് ശരിയാണ്. കാരണം ഇതൊരു വലിയൊരു ഏരിയ ആണല്ലോ, കുറേ നടക്കാനുണ്ട്. നടക്കാൻ തയ്യാറായിട്ട് വരാൻ പറ്റുന്നവർക്ക് ഇവിടെ നന്നായിട്ടൊരു റിലാക്സിങ് ഇതും കൂടിയാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ പോലും നമുക്കിതൊക്കെ ഒന്ന് നടന്ന് കാണാനും, ഇതൊക്കെ പൂക്കളും ചെടികളും ഒക്കെ ഒന്ന് ഇങ്ങനെ കാണുമ്പോൾ കുറേയൊക്കെ റിലാക്സ്ഡ് ആവും നമ്മൾ. അതിനും കൂടെ പറ്റിയൊരു ഏരിയ ആണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. എല്ലാവരും ഒരു റിലാക്സിങ് മോഡിലാണ് കേട്ടോ. ഓടിക്കളിച്ച് മടുത്തില്ലേ? അതെ, നമ്മൾ ബില്ലിംഗ് കൗണ്ടറിൻ്റെ ഏരിയയിലേക്ക് എത്തി. പ്രത്യേകിച്ചൊന്നും മേടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഏരിയയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഗാർഡൻ സെൻറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇത് നമ്മുടെ ദ ഫാം ഷോപ്പായിരുന്നു, അത് കൂടിയാണ് നമ്മൾ ലാസ്റ്റ് ഇറങ്ങി വന്നത്. ഒരു ഫാം ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു സ്ഥലം. ഫാംസിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു സ്ഥലമായിരുന്നു അത്. പിന്നെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഇരിക്കുന്ന ആൾ അവരുടെ ഫൗണ്ടറാണ് കേട്ടോ, എഡ്ഡി, അവർ ഫൗണ്ടർ. പറഞ്ഞ എഡ്ഡി എന്ന് പറഞ്ഞ് ഈ ബാർട്ടൺ ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഈ വലിയ സംഭവത്തിൻ്റെ ഫൗണ്ടർ 2021 മരിച്ചുപോയി. അതാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഞങ്ങളുടെ വീഡിയോ.